അങ്ങനെ നമ്മൾ വലിയ കാട്ടിക്കൂടെയൊക്കെ വന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു പേടി സ്വപ്നമായിരുന്നു കേട്ടോ. കാരണം മധ്യപ്രദേശിൻ്റെ രാത്രി വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും പേടിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ബോംബെ ഡൽഹി ഹൈവേയിൽ എക്സ്പ്രസ് ഹൈവേയിൽ കയറി കേട്ടോ. മുംബൈ ബോംബെയിലൊന്നല്ലേ, മുംബൈ ഡൽഹി എക്സ്പ്രസ് ഹൈവേയിൽ കയറി. അപ്പോൾ ഒരു സമാധാനമായിട്ടോ, നല്ല റോഡും, ഒന്നും പേടിക്കാനൊന്നുമില്ല. ശരിക്കും ഞാൻ പേടിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ പേടിച്ച ഒരു റോഡായിരുന്നു കേട്ടോ. ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തന്നെ രാത്രി കാടെന്ന് പറഞ്ഞാൽ പെരുങ്കാട്, എങ്ങോട്ടാണ് പോകുന്നതെന്നും അറിയില്ല. ഗൂഗിൾ തെറ്റിച്ചതാണോ ഒന്നും അറിയില്ല. ഷോട്ട് കയറി അങ്ങനെ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. ശരിക്കും പേടിച്ചു പോയി. അങ്ങനെ നമ്മൾ നല്ല റോഡിലെത്തി. ഞാൻ നല്ല റോഡ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ടോൾ വന്നിട്ടോ. ആ ടോൾ ഇറങ്ങിക്കഴിഞ്ഞപ്പം പിന്നെ അതാ കിടക്കുന്നത് പഴയ വഴി തന്നെ. എന്നാലും പിന്നെ പകലായതുകൊണ്ട് തന്നെ അത്രയും പേടിച്ചില്ല. രാത്രി ഞങ്ങൾ ഒരു സ്ഥലത്ത് വെച്ച് കിടന്നുറങ്ങി കേട്ടോ. രാവിലെ നേരം വെളുത്ത് വരുന്ന സമയമാണ്, സൂര്യനൊക്കെ ഉദിച്ച് വരുന്ന സമയത്ത് നമ്മൾ പിന്നെ നമ്മുടെ യാത്ര തുടർന്നു. രാത്രി നമ്മൾ ആ വലിയ ഹൈവേയിൽ സൈഡാക്കിയിട്ട് ഇച്ചിരി സമയം കിടന്നുറങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പം രാജസ്ഥാനിൽ നല്ല രസമാണ്. കുഞ്ഞ് ഗ്രാമമാണെങ്കിലും രാജസ്ഥാൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ചെറിയ ഗ്രാമത്തിലൂടെ കേട്ടോ പോകുന്നത്. രാജസ്ഥാനാണ്, നമ്മൾ കർണാടകത്തിൽ കൂടെ പോകുന്ന പോലെ രാജസ്ഥാനിൽ കൂടെ ചെറിയ വഴിയിലൂടെ നമ്മുടെ യാത്ര തുടരുകയാണ്. അതാണ് യാത്ര. കാരണം അവിടെ ഹൈവേ പിന്നെയും അവർ റോഡ് പണി ചെയ്യുന്നതുകൊണ്ട് വണ്ടിയൊക്കെ തിരിച്ചു വിടുന്നത്. അപ്പം പിന്നെ ചെന്ന് കയറുന്ന ഈ ഹൈവേയിൽ തന്നെ കേട്ടോ. അപ്പം നമ്മളിങ്ങനെ പിന്നെ അത് തന്നെ കാടും വഴികളും ഗ്രാമങ്ങളും എല്ലാം ആയിട്ട് നല്ല രസമായിരുന്നു യാത്ര. എനിക്ക് ആകെപ്പാടെ പേടി വന്നതെന്ന് വെച്ചാൽ ആ വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി കേട്ടോ. ഒരു പട്ടിക്കാട്ടിൽ കൂടെ പോയെന്ന് പറയാം. സ്റ്റോറേജ് ഫുള്ളായിപ്പോയി. കാരണം നമുക്കിവിടെ വൈഫൈൻ്റെ ഞങ്ങൾ സിമ്മൊക്കെ എടുത്തു. പക്ഷേ എന്ന് വെച്ചാൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ളതൊന്നും കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങളുടെ വീഡിയോ 2 ദിവസം ലേറ്റ് ആയത്. എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്ത് വെക്കണം എന്നൊക്കെ വിചാരിച്ചാൽ എടുത്ത വീഡിയോ മുഴുവനും കിടക്കുക. അപ്പോൾ വർക്കാവുള്ളൂ. ഇപ്പം ഞാനിത് വോയിസ് കൊടുക്കുന്ന കാശ്മീർ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലിരുന്നിട്ടാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഒക്കെ വരുന്നുണ്ട്, നിങ്ങളെല്ലാം കാണണം. അടിപൊളിയാണ്. കാശ്മീരൊക്കെ വന്നിട്ട് നമുക്കൊരു ഫ്രണ്ടിന്, നമ്മുടെ ഫാമിലി ഫ്രണ്ട് എന്ന് തന്നെ പറയാം, അത്രയും അടുപ്പമാണ്. നമ്മുടെ പി ജിയിലുണ്ടായ ആഷിഖാണ്. ഞാനൊരു പ്രാവശ്യം അവൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആപ്പിൾ തോട്ടമൊക്കെ ഉണ്ടായിരുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് പഴയ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ഞാനും ആൽഫയും ചേട്ടയും കൂടെ വെച്ചാൽ നേരമൊക്കെ വെളുത്ത് നമ്മൾ അവിടെ നിന്ന് തന്നെ പല്ലൊക്കെ തേച്ച് നമുക്ക് പോകുന്ന വഴി റെസ്റ്റ് ഏരിയ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഹൈവേയിൽ തന്നെ വേണമെങ്കിൽ ഇറങ്ങി പല്ലൊക്കെ തേച്ച് എല്ലാം നമുക്ക് ബാത്റൂമിലൊക്കെ പോയിട്ട് വരാം. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി. ഞങ്ങൾ റൂമൊന്നും എടുത്തിട്ടില്ല, വണ്ടിയിൽ കിടന്നുറങ്ങി. അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മുടെ ജീവിതം. പിന്നെ ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല, ഉച്ചയ്ക്ക് ആ കഴിച്ചത് മാത്രം കേട്ടോ. പിന്നെ മിച്ചറുണ്ടായിരുന്നു വണ്ടിയിൽ. ഉണ്ണിയപ്പം കൊണ്ടുവന്നെല്ലാം വലിച്ചു പോയി. കാരണം എന്ന് വെച്ചാൽ വലിയൊരു പാത്രത്തിൽ വെച്ച് നമ്മൾ അടച്ചു കൊണ്ടുവന്നുകൊണ്ടാണോ എന്നറിയില്ല. അവിടെയൊക്കെ ചൂടല്ലേ. ഇപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ ഇല്ലേ ഭയങ്കര തണുപ്പാണ്. ഇപ്പം ഹീറ്ററൊക്കെ ഇട്ടിട്ട് റൂമിലിരുന്നിട്ടാണ് വോയിസ് കൊടുക്കുന്നത്. നല്ല വുഡിൻ്റെ വീടാണ്, നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ. എൻ്റെ സ്വപ്നം കാശ്മീരിലൊക്കെ ഒന്ന് വരിക എന്ന് പറഞ്ഞാൽ. ആ വീഡിയോ ഒക്കെ ഉടനെ വരുന്നതാണ്. പിന്നെ നമ്മൾ പോകുന്ന 2 സൈഡിലും ഗോതമ്പിൻ്റെ പാടം കേട്ടോ. ഗോതമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര സ്ഥലത്താണെന്ന് അറിയില്ല. പോകുന്ന വഴി മുഴുവൻ. ഇപ്പം ഞങ്ങൾ കാശ്മീർ എത്തുന്നതിന് കുറച്ച് മുമ്പാണ് ഗോതമ്പ് പാടം തീർന്നത് തന്നെ. അതുവരെ ഗോതമ്പ് പാടം കേട്ടോ. അപ്പം ഞാൻ അവിടുന്ന് വോയിസൊക്കെ കൊടുത്തു. പക്ഷേ എന്താണെന്നറിയോ, ഹൈവേ അല്ലേ, അപ്പം ഇങ്ങനെ ഭയങ്കര സൗണ്ടാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നൊന്നും കേൾക്കാത്തതുകൊണ്ടാണ് ഞാനിപ്പം വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇറങ്ങിയൊക്കെ നിന്ന് കേട്ടോ. ഇവിടെ വലിയ തണുപ്പുമില്ല, വലിയ ചൂടുമില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഇപ്പം നമ്മൾ രാജസ്ഥാനിലൂടെ തന്നെയാണ് കേട്ടോ പോകുന്നത്. ഗോതമ്പ് പാടത്തിലൂടെ ഹൈവേ കയറും, പിന്നെ ഇറങ്ങും. ഇത് തന്നെ ഡൽഹി വരെ അങ്ങനെ. ഡൽഹി വരെ അല്ലേ, ഹരിയാന വരെയാ? ഡൽഹി വരെ അങ്ങനെയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഹൈവേ. പിന്നെ കുറേ കഴിഞ്ഞപ്പം പിന്നെ ഹൈവേ തന്നെയായിരുന്നു അല്ലേ, ഉൾപ്രദേശമൊന്നുമില്ല. അപ്പോൾ എന്താ പറയുക, നല്ലൊരു യാത്രയൊക്കെ ആയിരുന്നു. ആർക്കെങ്കിലും പോകണമെങ്കിൽ കേട്ടോ റോഡ് വഴി പോകുന്നതിന് ഒരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞത് നമുക്ക് ഗൂഗിളിൻ്റെ ഒരു പ്രശ്നം വന്നു, മാപ്പ് തെറ്റിച്ച് കൊണ്ടുപോയത്. ഷോർട്ട് വഴി കൊണ്ടുപോയതുകൊണ്ടാണ്. കാടെന്ന് പറയാൻ പറ്റില്ല, രാത്രിയായപ്പം നമുക്കൊരു മലനിര പോലെ തോന്നി, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മളിങ്ങനെ ആ റോട്ടിൽ കൂടെ തന്നെ ഇങ്ങനെ പോകുന്നു. അവിടുത്തെ ഗ്രാമങ്ങളും അവിടുത്തെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളും ഇപ്പോഴും മാറ്റമില്ല കേട്ടോ. രാജസ്ഥാനിലെ നമ്മൾ ആ വന്ന വഴിയിലൂടെയൊക്കെ കുഞ്ഞു പെട്ടിക്കടകളും, അതായത് എനിക്കറിഞ്ഞുകൂടാ അവിടെ എന്തോ നമ്മുടെ നാടൊക്കെ മാറിയതുപോലെയൊന്നും അവിടെ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പോഴും അതുപോലെ തന്നെ കേട്ടോ. പാവങ്ങൾ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമം തോന്നും. ഒരു പുരോഗമനം പോലും ഇല്ല.
അതുപോലെ ഉണ്ട്. പിന്നെ നമ്മൾ ബോർഡർ എത്തി കേട്ടോ. ഇപ്പം നമ്മൾ രാജസ്ഥാൻ കഴിഞ്ഞു. ഇത് ഹരിയാന ബോർഡർ അല്ലേ? ഹരിയാനയിലോട്ട്